കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റ് ട്രാൻസ്ജെൻഡറുകളുടെ അവകാശത്തെ സംരക്ഷിക്കുന്ന അതിനിർണായകമായ ബില്ല് പാസാക്കിയിരുന്നു. ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ട ആ വാർത്ത ഇലക്ഷൻ പ്രചാരണങ്ങളുടെ തിരക്കിൽ കേരളത്തിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല. ഒരാൾ ഒരു ദിവസം വേഷവും രീതികളുമൊക്കെ മാറി വന്നിട്ട് തൻ്റെ മാനസികാവസ്ഥ എതിർലിംഗമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് താൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ വീതിക്കുന്ന രീതികളൊക്കെ എടുത്തു കളഞ്ഞിട്ട് ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി അംഗീകരിക്കുന്നതിനുള്ള പുതിയ മാനദണ്ഡങ്ങളാണ് ബില്ലിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ നിർവചനത്തിൽ വ്യക്തത വരുത്തുവാനും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് എതിരായ അതിക്രമങ്ങളിൽ ശിക്ഷാ വ്യവസ്ഥകൾ കർശനമാക്കുന്നതുമായ നിയമ ഭേദഗതി എന്ന നിലയ്ക്കാണ് കഴിഞ്ഞ മാർച്ച് 13 കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി വീരേന്ദ്രകുമാർ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും സ്വയം പ്രഖ്യാപിത ട്രാൻസ്ജെൻഡർ സമൂഹങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. പാർലമെന്റിൽ ബിൽ ചർച്ചയ്ക്ക് എടുക്കുന്നതിന് തൊട്ട് മുൻപ് ഏകദേശം 15 ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകളുടെ ഒരു പ്രതിനിധി സംഘം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വാദ്ര എന്നിവരെ കണ്ടിരുന്നു. കോൺഗ്രസ് ഈ ബില്ലിനെ വ്യക്തമായി എതിർക്കുന്നുവെന്നും ഇത് ട്രാൻസ്ജെൻഡറുകളായി സ്വയം പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതും അവരെ ഒരു മെഡിക്കൽ ബോർഡിന്റെ മനുഷ്യത്വരഹിതമായ പരിശോധനകൾക്ക് വിധേയരാക്കുന്നതുമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരുന്നു. ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി സർട്ടിഫിക്കേഷൻ വ്യവസ്ഥകളിലെ മാറ്റങ്ങൾ ആശങ്കാജനകമാണെന്നുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ പാർട്ടികളും ആക്ടിവിസ്റ്റുകളും എതിർപ്പ് ശക്തമാക്കിയത്. സഭയ്ക്ക് പുറത്ത് ഇന്ത്യയിൽ ഒട്ടുടുക്കം പല സ്ഥലങ്ങളിലും, കേരളത്തിൽ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിലും ബില്ലിനെതിരെ പ്രതിപക്ഷ പ്രകടനങ്ങൾ നടന്നു. ലിംഗ സമത്വത്തിനെതിരായ കാര്യങ്ങളിൽ സ്വയം തീരുമാനിക്കുന്നതിനെ മുൻഗണന നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ലോകവ്യാപകമായി LGBTQ അജണ്ടകൾ നടപ്പാക്കാൻ ഇറങ്ങിയവർക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയാണ് പുതിയ നിയമം. ജെൻഡർ ഐഡിയോളജി എന്ന പേരും പറഞ്ഞ് ലോകത്തെ സോദോം ഗൊമോറയുടെ അവസ്ഥയിലേക്ക് എത്തിക്കുവാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യയിൽ താൽക്കാലികമായിട്ടാണെങ്കിലും മാർഗതടസ്സം നേരിട്ടിരിക്കുകയാണ്. തോന്നുന്നപടി തോന്നും പോലെ നിശ്ചയിക്കാനുള്ളതല്ല ദൈവം പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച മനുഷ്യന്റെ ജെൻഡർ. അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും എന്ന 2 ജെൻഡർ മാത്രമേ ഉള്ളൂ എന്ന കാര്യം ട്രംപ് വ്യക്തമാക്കിയതും ദൈവം സ്ഥാപിച്ച കുടുംബം എന്ന സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കുവാനുള്ള LGBTQ പ്രൊമോട്ടേഴ്സിന്റെ അജണ്ട തിരിച്ചറിഞ്ഞു തന്നെയാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പാസാക്കിയ എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ട്രാൻസ്ജെൻഡർ നോൺ ബൈനറി ആളുകളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ട്രംപിനെ അത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറുവാൻ LGBTQ ആക്ടിവിസ്റ്റുകൾ അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ട്രംപ് കൈക്കൊണ്ട നിലപാടുകളായിരുന്നു ശരിയെന്ന് അമേരിക്കയുടെ സ്വത്വബോധത്തെക്കുറിച്ച് പഠിക്കുന്ന ആർക്കും ബോധ്യമാകും. കാരണം മുടി നീട്ടി വളർത്തി കമ്മലും വളയുമിട്ടിറങ്ങിയ ഹിപ്പി സംസ്കാരം തന്നെയാണ് അമേരിക്കയെ അസ്തിത്വത്തിൽ നിന്ന് അടർത്തി മാറ്റിയത്. ഇന്ത്യയിലും സ്വയം പ്രഖ്യാപിത ട്രാൻസ്ജെൻഡറുകളിലൂടെ അത് ആവർത്തിക്കാതിരിക്കാനുള്ള സർക്കാരിൻ്റെ ഈ നീക്കത്തെ മൂല്യബോധമുള്ള ആർക്കും പിന്തുണയ്ക്കാതിരിക്കാനാകില്ല. ഹിജഡ, അരവാണി, കിന്നർ, ജോക്ത എന്നിങ്ങനെയുള്ളവർക്കും ജന്മനായുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ, ലൈംഗിക സ്വഭാവ സവിശേഷതകൾ എന്നിവ നോക്കിയും ട്രാൻസ്ജെൻഡർ വ്യക്തികളെ തീരുമാനിക്കാം എന്നാണ് പുതിയ നിർവചനത്തിലുള്ളത്. സ്വയം ട്രാൻസ്ജെൻഡർ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഇതോടെ പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വ്യക്തികളെയും കുട്ടികളെയും ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്ന് ക്രൂരമായി അംഗഭംഗവും ഷണ്ഡീകരണവും നടത്തി ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ ആക്കുന്നതിനെതിരെയുള്ള കടുത്ത നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ബില്ലിൽ ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഇനി മുതൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റിനായി ജില്ലാ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകുമ്പോൾ നിയുക്ത മെഡിക്കൽ ബോർഡിന്റെ ശുപാർശകൾക്ക് അനുസൃതമായി മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നുള്ള നിർണായകമായ ഭേദഗതിയാണ് ബില്ലിലെ പ്രധാനപ്പെട്ടത്. ചീഫ് മെഡിക്കൽ ഓഫീസറോ ഡെപ്യൂട്ടി ചീഫ് മെഡിക്കൽ ഓഫീസറോ ആയിരിക്കും ബോർഡിന്റെ തലവൻ. ആവശ്യമെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിന് കൂടുതൽ മെഡിക്കൽ വിദഗ്ധരുമായി കൂടി ആലോചിക്കുവാനും ബില്ല് ശുപാർശ ചെയ്യുന്നുമുണ്ട്. സാമൂഹ്യ സുരക്ഷ, ആരോഗ്യ സംരക്ഷണം, വിവേചനത്തിനെതിരായ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥകൾ ഈ ഭേദഗതിയിലൂടെ ശക്തിപ്പെടുത്തുമെന്ന് കണക്ക് കൂട്ടുന്ന സർക്കാർ സർട്ടിഫിക്കേഷൻ പ്രക്രിയ സുഗമമാക്കുന്നതിനും ക്ഷേമ ആനുകൂല്യങ്ങൾ ഉദ്ദേശിച്ച് ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമായിരിക്കും പുതിയ ഭേദഗതികളിലൂടെ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ഫലപ്രയോഗത്തിലൂടെയോ ചതിയിലൂടെയോ ഭീഷണിപ്പെടുത്തി ഒരാളെ ട്രാൻസ്ജെൻഡർ സ്വത്വം സ്വീകരിക്കുവാൻ നിർബന്ധിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷയുണ്ടെന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമോ തൊഴിൽപരമോ ആയ ചൂഷണത്തിന് ട്രാൻസ്ജെൻഡർ സ്വത്വങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവർക്ക് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും 5 വർഷം രൂപ വരെ പിഴയും ലഭിക്കുമെന്നും ബില്ല് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഔദ്യോഗിക രേഖകളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ അധികാരം നൽകുന്ന ഈ ബില്ലനുസരിച്ച് തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നൽകുകയും ട്രാൻസ്ജെൻഡറായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഏതൊരു വ്യക്തിക്കും ജനന സർട്ടിഫിക്കറ്റിലെ ആദ്യ പേരും അവരുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റു എല്ലാ ഔദ്യോഗിക രേഖകളും മാറ്റുവാൻ അർഹതയുണ്ടായിരിക്കും. ട്രാൻസ്ജെൻഡറുകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി 2 വർഷം തടവ് ശിക്ഷ കരടിൽ നിലനിർത്തിയിട്ടുണ്ട്.
ശ്ലാഘനീയമായ ഈ നിയമ ഭേദഗതിക്കെതിരെയാണ് പ്രതിപക്ഷത്തിൽ നിന്നടക്കം പ്രതിഷേധം ഉയർന്നത്. ഈ നിയമ ഭേദഗതിയിലൂടെ പ്രതിസന്ധിയിലാകുന്നത് സ്വയം ട്രാൻസ്ജെൻഡർ ആണെന്ന അവകാശവാദവുമായി രംഗത്തിറങ്ങുന്നവർ മാത്രമാണെന്ന് ഉറപ്പായിട്ടും ബില്ലിനെതിരെയുള്ള പ്രതിഷേധം മുട്ടാത്തർക്കങ്ങൾ ഉന്നയിച്ചുള്ളത് മാത്രമാണ്.